ഇവന്റിലിറങ്ങി ഇതുപോലെ അടിക്കാൻ വേണം ഗഡ്സ്. അതുമാത്രം പോരാ ഗൈസ്, ഇതുപോലെ സ്പീഡിൽ എനിമി പുഷ് ചെയ്യുമ്പോഴത്തേക്കും ബോഡി റിവീൽ ചെയ്ത, അതായത് പീക്ക് ഫൈറ്റിലൂടെ മാത്രം എങ്ങനെ വിൻ ചെയ്യാമെന്ന് പറഞ്ഞുതരാം ഗൈസ്. പെട്ടെന്ന് നമ്മളൊരു കവർ സ്വിച്ച് ചെയ്യുക, കവർ സ്വിച്ച് ചെയ്ത് കവറിൽ നിന്ന് വെളിയിൽ പോകാൻ മാക്സിമം ശ്രമിക്കുക. കാരണം പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലത്തെ സ്കോഡ് പോയി എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ലാസ്റ്റ് സോണിനാണെങ്കിൽ എടുത്ത് പറയേണ്ടത് ഗൈസ്, ഇതുപോലെ എനിമീസ് വന്ന് കുനിഞ്ഞിരിക്കും. ലാസ്റ്റ് സോണിൽ ലാസ്റ്റ് മാൻ ആയിട്ട് തന്നെ ഗൈസ് നമ്മൾ ക്രോസ് ബോ യൂസ് ചെയ്ത് കളിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് അവനെ ക്രോസ് ബോയിൽ എടുത്തിട്ടാ. ഇനി ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. എനിമീസ് ധാരാളമായിട്ട് കുനിഞ്ഞിരിക്കും. അത് വേറൊന്നുമല്ല, നമ്മുടെ മെയിനിൽ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഗൈസ് ഇതുപോലെ ഒരുത്തം വന്നതാണ് ഗൈസ്. നൈസായിട്ട് നമ്മുടെ സ്കില്ലൊന്ന് ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ കത്തിക്ക് എറിഞ്ഞിട്ട് കേട്ടാ ഗൈസ്. കത്തിക്ക് ഏറ്റവും കൂടുതൽ പവറുള്ളൊരു സാധനമാണ് ഇത്. നോക്കണം വെച്ചമാരെ, ഹാക്കറെന്ന് തോന്നുന്നൊരു ക്ലിപ്പാണ് ഗൈസ്. പക്ഷേ നമ്മൾ ഹാക്കറൊന്നും അല്ല കേട്ടാ, നമ്മളൊരു പാവം ഗൈസ് 60 FPS പ്ലെയർ ഗൈസ്. നമുക്ക് സപ്പോർട്ട് തരുവാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ കാണണമെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നോക്കോ, ഇവിടെ ഒരു ടീമുണ്ട്, അതായത് നമ്മുടെ വണ്ടി ഇതുപോലെ ഡ്രൈവ് ചെയ്യാൻ അറിയാവുന്നൊരു പ്ലെയർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ മോനെ ഒന്നും പറയണ്ട കേട്ടോ, ഇതുപോലെ അടിച്ചിടാം. കാരണം എന്ന് വെച്ചാൽ ഗൈസ്, നമ്മുടെ ഹെഡ്സെറ്റ് പക്കയായിരിക്കണം, പിന്നെ നമ്മുടെ ഡിവൈസ് പ്രാക്ടീസ് ഇതൊക്കെ മസ്റ്റാണ്. എങ്കിലും ഞാൻ ഒരു കാര്യം പറയാം, സെൻസിറ്റിവിറ്റി ക്ലോസ് റേഞ്ചിൽ ഇതുപോലെ അടിക്കണമെങ്കിൽ സെൻസിറ്റിവിറ്റി പക്കയായിരിക്കണം. സെൻസിറ്റിവിറ്റി വേണ്ടവർ SC എന്ന് ടൈപ്പ് ചെയ്തിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ലിങ്ക് ബയോയിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് സബ്സ്ക്രൈബ് അടിച്ച് മെസ്സേജ് ചെയ്താൽ കേട്ടോ. അപ്പോഴത്തേക്ക് ഗൈസ് മാക്സിമം എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പം ഈ ക്ലച്ച് നോക്കുകയാണെ, ഓൾറെഡി കാർഡ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇവന്മാർ ഓൾറെഡി 1v2 എടുത്തതാണ്. അപ്പോൾ ഈസി ആയിട്ട് അവന്മാർ വന്ന് ഇറങ്ങിയ നിമിഷം തന്നെ എനിക്ക് 1v4 കിട്ടി കേട്ടോ. 1v4 ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി ഒരു 1v4 ഉണ്ട് നോക്കുകയാണെ ഗൈസ്. ഇവിടെ ഓൾറെഡി നമ്മുടെ ടീംമേറ്റ് റഷ് ചെയ്ത് നോക്കായി. അപ്പോഴത്തേക്ക് ഞാൻ കവർ ഫയർ ഒക്കെ അടിച്ചിട്ട് ഫിനിഷൊക്കെ ചെയ്ത് കൊടുത്തു കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ ഗൈസ് ഞാൻ ഹീൽ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം വീണ്ടും ഫയർ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ വീണ്ടും സ്വിച്ച് ചെയ്ത് ഒരു നോക്ക് ഇടുന്നുണ്ട് കേട്ടോ. നോക്ക് ഫിനിഷ് ആവുന്ന സമയത്ത് ഒരുത്തൻ കയറി വന്ന് അവനെ ടീംമേറ്റ് അടിച്ചേട്ടാ. ഇനിയാണ് കളി, നോക്കോ. ഇപ്പം താഴോട്ട് ഓടിക്കയറി വന്നില്ലേ, അവൻ്റെ ഒരു ഫുൾ സ്കോഡ് അവൻ്റെ പുറകെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നോക്കോ അവന്മാരെ എങ്ങനെ അടിക്കുന്നത്. 1 2 3 ഗൈസ്. ഇതിൽ നമ്മൾ പേഷ്യൻസ് അല്ലെങ്കിൽ ഗൈസ് ഉറപ്പായിട്ട് നമ്മളെ അടിക്കും കേട്ടോ അവന്മാർ. കാരണം എന്ന് വെച്ചാൽ പുഷ് ചെയ്യുന്ന എനിമീസിൻ്റെ കയ്യിൽ എന്തൊക്കെ ഡിവൈസാണ്, അല്ല എത്ര FPS ഉണ്ടെന്ന് നമുക്കറിയില്ല ഗൈസ്. മാക്സിമം ഗണ്ണ് സ്വിച്ച് ചെയ്ത് വന്നവരെ എല്ലാം അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലച്ച് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് നമ്മുടെ കൂടിയൊക്കെ വെച്ചമാരെ നമ്മുടെ ഫാമിലി 4K ആവാറായി. നമ്മുടെ ഫാമിലി ചേരാൻ താല്പര്യമുള്ള എല്ലാ മച്ചന്മാർക്കും ഗൈസ് ഒരു ബിഗ് ഷൗട്ട് ഔട്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഗൈസ് നിങ്ങളാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് നോക്കുകയാണെങ്കിൽ അൾട്ടിമേറ്റ് റോളിലെ ക്ലച്ചാണ് കേട്ടോ. ഇവിടെ ഒരു നോക്ക് വെച്ച് ഞാൻ ഡയറക്റ്റ് പുഷ് ചെയ്ത് ഇനി 3 പേരകത്തുണ്ട്. ഇപ്പം നോക്കുക എങ്ങനെ ക്ലച്ച് എടുക്കുന്നത്. ടീമേറ്റാണെങ്കിൽ ഒന്നും നോക്കാതെ റഷ് ചെയ്യാണ് കേട്ടോ. ഇതാണ് മിക്ക ടീമേറ്റിൻ്റെ കുഴപ്പം ഗൈസ്. നിങ്ങൾ ഒരിക്കലും ഇതുപോലെ കയറി റഷ് ചെയ്യരുത് കേട്ടോ. വെറും മണ്ടത്തരമാണിത് ഗൈസ്. ഇത് ഒഴിവാക്കിയാൽ സെറ്റാണ് കേട്ടോ നിങ്ങൾ. ഇപ്പം നോക്കുക അവരെങ്ങനെ ക്ലച്ചാവുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് മാനുണ്ട് ഫേണിൽ, അപ്പോഴത്തേക്ക് താഴേന്നും കയറി വരും കേട്ടോ. അപ്പോൾ അവനെ അടിച്ച് ക്ലച്ചായിട്ടുണ്ട്. ശരി.